കണ്ണൂർ പെരളശ്ശേരിയിൽ ശോഭായാത്ര സമാപന പരിപാടി നടത്താൻ അനുവാദം കൊടുത്തതിൽ പ്രതികാര നടപടിയുമായി സർക്കാർ. കണ്ണൂർ പെരളശ്ശേരിയിലെ ആലക്കാട് മുത്തപ്പൻ മടപ്പുര ഭാരവാഹിക്കെതിരെ പോലീസ് കേസെടുത്തു. CPM നേതാവിന്റെ ഭീഷണി റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടു എന്ന് ആരോപിച്ചുകൊണ്ടാണ് മടപ്പുര ഭാരവാഹിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പക്ഷേ ഭീഷണിപ്പെടുത്തിയ ആൾക്കെതിരെ കേസില്ല എന്നതാണ് വിരോധാഭാസം. ഇക്കഴിഞ്ഞ മാസമാണ് ബാലഗോകുലം ശോഭായാത്രയുടെ സമാപന പരിപാടി നടത്താൻ അനുമതി കൊടുത്തതിന്റെ പേരിൽ പെരളശ്ശേരി ഐവർകുളത്തെ പാലക്കാട് മുത്തപ്പൻ മടപ്പുര ഭാരവാഹി വിനോദിനെ CPMകാരൻ ഭീഷണിപ്പെടുത്തിയത്. CPM പ്രാദേശിക നേതാവായ അനീഷാണ് ഫോണിലൂടെ ഭീഷണി മുഴക്കിയത്. സംഭവം നടന്ന് ഒരു മാസത്തോളമാകുമ്പോഴാണ് മടപ്പുര ഭാരവാഹിയായ വിനോദിനെതിരെ പോലീസ് കേസെടുത്തത്. CPMകാരന്റെ ഭീഷണി റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടുവെന്നാണ് വിനോദിനെതിരെ എടുത്ത കേസ്. ഭീഷണി ഉയർത്തിയ CPM നേതാവ് അനീഷിനെതിരെയാകട്ടെ യാതൊരു നടപടിയുമില്ല. CPM നേതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് കേസെടുത്തതെന്നും ഇത്തരം പ്രവണതകൾ വെച്ചുപൊറുപ്പിക്കാനാവില്ല എന്നും BJP നേതൃത്വം വ്യക്തമാക്കി. ഇങ്ങനെയൊരു കേസ് നിലനിൽക്കുക പോലുമില്ല. എന്തുകൊണ്ടെന്നാൽ ബാലഗോകുലത്തിൻ്റെ ഭാരവാഹികൾ മടപ്പുരയുടെ പ്രസിഡന്റിനോട് പെർമിഷൻ വാങ്ങിക്കുന്നു. അവിടെ ശോഭായാത്രയുടെ സമാപനത്തിന് ശേഷം ആ ക്ഷേത്രം മുന്നിൽ സമാപിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പെർമിഷൻ ചോദിച്ചത്. നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് പിണറായി പോലീസ് കാണിക്കുന്ന ഈ ഒരു നിലപാട് ഇത് CPMന്റെ ഉന്നതങ്ങളിൽ നടത്തിയിട്ടുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ്. ഒരു ഭാഗത്ത് വിശ്വാസികളോടൊപ്പമാണെന്ന് പറയുന്ന അതേ സർക്കാരാണ് മറുഭാഗത്ത് ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര നടത്താൻ അനുവാദം കൊടുത്തതിന്റെ പേരിൽ ഇത്തരം ഒരു പ്രതികാര നടപടി സ്വീകരിച്ചിരിക്കുന്നത്. സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ജനം, കണ്ണൂർ.